നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മയപ്പെടുത്തി മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി മുഖ്യമന്ത്രി. പുതിയ ഡാം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയെ കൊണ്ട് അണക്കെട്ട് പരിശോധിക്കും. 4 കല്ലും കൊണ്ട് ചെന്നാൽ ഡാം കെട്ടാനാകില്ല. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും സഹകരണം തേടുമെന്നും പിണറായി. അഴിമതിക്കാരോട് വിട്ടുവീഴ്ചയില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നത് സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമല്ല. പ്രതികാരം ചെയ്യാനല്ല സർക്കാർ അധികാരത്തിലെത്തിയതെന്നും പിണറായി. കേരളത്തിന് കൈത്താങ്ങ്. കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് സഹായഹസ്തവുമായി കേന്ദ്രം. തിരുവനന്തപുരം, കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ഇതിനായി 3600 കോടിയുടെ ധനസഹായം കേന്ദ്രം അനുവദിക്കും. ആലപ്പുഴയിൽ ട്രോമോ കെയർ 2ാം ഘട്ടവും എറണാകുളത്തും കണ്ണൂരും ട്രോമാ കെയർ 3ാം ഘട്ടവും ആരംഭിക്കും. ട്രോമോ കെയർ നവീകരണത്തിനായി 17 കോടി രൂപ നൽകും. ഇതിനു പുറമെ കോഴിക്കോട്ട് ക്യാൻസർ സെന്റർ തുടങ്ങുമെന്നും ആരോഗ്യമന്ത്രി. ജയരാജന്റെ പിന്തുണ. കുറിപ്പ് വിവാദത്തിൽ VS-നെ പിന്തുണച്ച് വ്യവസായ മന്ത്രി EP ജയരാജൻ. VS യെച്ചൂരിക്ക് കത്ത് കൊടുത്താൽ എന്താണ് പ്രശ്നം? കുറിപ്പ് കൈമാറിയോ ഇല്ലയോ എന്ന കാര്യം പ്രസക്തമല്ല. VS-ന് പാർട്ടി എന്തെങ്കിലും പദവി നൽകിയാൽ അത് എല്ലാവരെയും അറിയിക്കുമെന്നും ജയരാജൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വേണ്ടത് സംഘർഷം പരിഹരിക്കാനുള്ള നിലപാടുകൾ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടെ ഇരു സംസ്ഥാനങ്ങളിലെയും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിഞ്ഞതായും മന്ത്രി. അതേസമയം വിഷയത്തിൽ സർക്കാർ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കില്ലെന്നും പരിസ്ഥിതിക്ക് ദോഷം തട്ടാതെ ജനക്ഷേമത്തിന് വേണ്ടിയാകും ഇടതു സർക്കാർ പ്രവർത്തിക്കുകയെന്നും മന്ത്രി. അഴിമതിക്ക് ആണിയടിക്കാൻ. സംസ്ഥാനത്തെ വിജിലൻസ് സംവിധാനത്തെ ക്രിയാത്മകമാക്കുമെന്ന് DGP ജേക്കബ് തോമസ്. പൊതുജനങ്ങൾ അനുഭവിക്കുന്ന അഴിമതി അവസാനിപ്പിക്കും. കേരളത്തിൽ ഉണ്ടാകേണ്ടത് ഫൗളില്ലാത്ത വിജിലൻസ് എന്നും ജേക്കബ് തോമസ്. DGPയുടെ പ്രസ്താവന വിജിലൻസ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. അഴിമതിക്കാരുടെ നേർക്ക് പത്തി വിടർത്തി കാണിക്കേണ്ട ആവശ്യമില്ല. കടികിട്ടുമ്പോൾ അത്തരക്കാർ പഠിക്കുമെന്നും DGPയുടെ മുന്നറിയിപ്പ്. ക്രൂരതയിൽ ശിക്ഷ കാത്ത്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ 24 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 36 പേരെ കുറ്റവിമുക്തരാക്കി. 24 പ്രതികളിൽ 11 പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കേസ് പരിഗണിച്ചത് അഹമ്മദാബാദ് പ്രത്യേക കോടതി. ശിക്ഷാവിധി തിങ്കളാഴ്ച. കോൺഗ്രസ് MP അടക്കം 69 പേരുടെ മരണത്തിനിടയാക്കിയ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല നടന്നത് 2002 ഫെബ്രുവരി 28-ന്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം അന്വേഷിച്ച കേസിൽ പ്രധാന പ്രതി BJP നേതാവ് ബിപിൻ പട്ടേലിനെ കോടതി വെറുതെ വിട്ടു. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ, പവൻ 21,520 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.